ഷാബു പ്രസാദ് 2023 വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കിയതാണ്, അത് പ്രതിപക്ഷവും അംഗീകരിച്ചതാണ്, അത് ഏകകണ്ഠമായി തന്നെ അത് പാസ്സായ ബില്ലാണ്. അതിൽ പറഞ്ഞിരുന്നത് പുതിയ സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തി വനിതാ സംവരണം 33% നടപ്പിലാക്കും എന്നാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് പെട്ടെന്ന് 2011 സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം കൂടി വന്ന് 2029 തന്നെ വനിതാ സംവരണം തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഒരു സംസ്ഥാനത്തിനും നേട്ടമോ കോട്ടമോ ഉണ്ടാകുന്നില്ല, നിലവിലെ സീറ്റിൻ്റെ 50% ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുന്നത് എന്ന്. അവിടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻസസ് അടിസ്ഥാനമാക്കേണ്ട ആവശ്യമില്ല, ഫ്ലാറ്റായിട്ട് കൊണ്ടുവരികയാണല്ലോ, ഫ്ലാറ്റായിട്ട് 50% എന്നുള്ള കാര്യം ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രിയും അത് പറയുന്നുണ്ടായിരുന്നു. ഈ ക്ലാരിറ്റി ഇല്ലായ്മ എന്തുകൊണ്ട് വരുന്നു? അതാണല്ലോ സംശയത്തിന് ഇട നൽകുന്നത്, അധികാരം സ്ഥിരമായിട്ട് നിലനിർത്തുവാനുള്ള അടവ് എന്ന രീതിയിൽ. ഷാബു കേട്ടോ? അതെ അതെ അതെ. മഞ്ജുഷ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാകുമ്പോൾ, ആ പാസ്സാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ മെമ്പർമാർക്കും കൊടുത്ത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് രാഷ്ട്രപതി സൈൻ ചെയ്ത് ഇന്ന് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്. അതിൻ്റെ അകത്ത് പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ എന്നൊരു സംഭവം ഉണ്ടാകാൻ പറ്റില്ല മഞ്ജുഷേ, ഒരിക്കലും. അതായത് പാർലമെന്റിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും ഇരുട്ടിൽ നിർത്തുന്ന ഒരു പ്രോസ് ആൻഡ് കോൺസും അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. അതെന്താണ് ക്ലാരിറ്റി ഇല്ലായ്മ? 3 ദിവസമാണ് ചർച്ച വരുന്നത്. ഈ ചർച്ചയിൽ ഇതിൻ്റെ അകത്ത് ശരിയാണ്, ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ ജനസംഖ്യാനം അതിൻ്റെ അകത്ത് കുറച്ചുണ്ട്. എന്തിനെ ബേസ് ചെയ്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്നാ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരു ഡേറ്റയെ ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്. ആ ഡേറ്റ 2011 സെൻസസ് ആണുള്ളത്. പക്ഷെ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫ്ലാറ്റായി 50% വീതം കൊടുക്കുന്നു. അതായത് കേരളത്തിന് 30, തമിഴ്നാടിന് 59, ആ രീതിയിലാക്കുന്നു. അല്ലാതെ ഇവിടെ ഈ സിബി സത്യം ഇവിടെ അനാവശ്യമായ ഒരു തരം ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഈ അവതരിപ്പിക്കുന്നത്. 2011 ബേസ് ചെയ്തുകൊണ്ട് ഇത് കുറയ്ക്കും, പിന്നെ 50% കൂട്ടും. ഇതെന്താ പിള്ളേര് കളിയാണോ ഇത്? ഇതൊക്കെ അങ്ങനെ ഇത് എന്താണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലായി കഴിഞ്ഞല്ലേ പാർലമെന്റിന്റെ അകത്ത് വോട്ടിനിടുകയുള്ളൂ. ഇതൊക്കെ സംസാരിക്കാനല്ലേ അവിടെ ജനപ്രതിനിധികൾ അവിടെ ഉള്ളത്. ഇപ്പം ബഹുമാനപ്പെട്ട സിബി സത്യൻ ഒരുപക്ഷെ പാർലമെന്റിലെ പ്രതിപക്ഷ MP-മാർ അദ്ദേഹം പറഞ്ഞ ഈ മഹാസിദ്ധാന്തം ഒരുപക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവരെ ഒന്ന് അറിയിച്ചോളൂ, നിങ്ങൾ കാണാത്ത ഒരു വലിയ ചതി ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് ഇവര് ആദ്യം കുറയ്ക്കും, പിന്നെ കൂട്ടും. ഈ ഓണത്തിനൊക്കെ തുണിക്കട ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന മാതിരി വില കൂട്ടുക, എന്നിട്ട് അവിടുന്ന് ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കുക. ഇത് മത്തിക്കച്ചവടം അല്ലേ, ഇത് ഇന്ത്യൻ പാർലമെന്റ് നിയമവുമാണ്. ഫ്ലാറ്റായിട്ട് 50% എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഫ്ലാറ്റായിട്ട് 50% കൂട്ടുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ. അത് ഏത് ബേസിലാണെന്ന് പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഈ 2011 സെൻസസിന്റെ ഡേറ്റ എവിടെയാണ് സാർ കണക്കിലെടുക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സാർ സംസാരിക്കുന്നത്, മത്തിക്കച്ചവടക്കാരനല്ല. വളരെ ക്ലാരിറ്റിയോട് സംസാരിക്കണം. ഒരു ബില്ല് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചില ഡേറ്റകൾ അവിടെ കൊടുക്കേണ്ടി വരും. ശരി, അത് സംസാരിച്ചും ചർച്ചകൾക്കകത്തും ചർച്ചകൾ വരുമ്പോൾ അതിന് വേണ്ട ഭേദഗതികൾ ഈ 50% എന്നുള്ള അമെന്റ്മെന്റ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബില്ല് പാസ്സാകുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സർക്കാരും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ക്ലിയർ ആയിട്ട് പാർലമെന്റിലാണ് പറഞ്ഞത്. അല്ലാതെ പബ്ലിക് മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും അല്ല. അതിൽ നിന്ന് അവർക്ക് മാറാനൊന്നും പറ്റില്ല. 2011 ഡാറ്റ ആണോ ഉപയോഗിക്കുന്നത്? ചതിയുണ്ട് അതിന്റെ അകത്ത്. കുറച്ചിട്ട് കൂട്ടാനാണ്, കൂട്ടിയിട്ട് കുറയ്ക്കാനാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ഇത് മത്തിക്കച്ചവടമല്ല ഇന്ത്യൻ പാർലമെന്റ്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് 2011 ഡേറ്റ എന്തിനാണ് നമ്മൾ ഈ ബില്ലിൽ ഉപയോഗിക്കുന്നത്? അതിനൊന്ന് വിശദീകരിച്ചു തരാം. 2011 ഡേറ്റയെ കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? അതല്ലേ ഞാൻ ഈ പറഞ്ഞത് മലയാളത്തിലല്ലേ മിസ്റ്റർ?
പറയൂ സാർ, പറയൂ സാർ. ഒരു ബില്ല് ഫോർമുലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റയാണ് 2011 ലാസ്റ്റ് റെക്കോർഡഡ് സെൻസസ്. അത് അതിൻ്റെ അകത്തുണ്ട്. ഇനി അങ്ങനെ ചെയ്യാനാണെങ്കിൽ, ആ രീതിയിലാണെങ്കിൽ, ഇപ്പൊ ബില്ല് അവതരിപ്പിച്ച രീതിയിലോ അല്ലെങ്കിൽ വിഭാവനം ചെയ്ത രീതിയിലോ ആണെങ്കിൽ ആ 2011 സെൻസസിനെ ബേസ് ചെയ്തുള്ള വിഭജനമായിരിക്കണം ഉദ്ദേശിച്ചത്. അതല്ല ചെയ്യാൻ പോകുന്നത്. 50% ഫ്ലാറ്റ് ആയിട്ട് കൂട്ടുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ ചോദ്യം, അതായത് 2011 സെൻസസ് എന്നുള്ളത് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. 2011 സെൻസസ് എന്നുള്ളത് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല എന്നുള്ള കാര്യമാണ്. ശരി. ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന്റെ ചർച്ചാവേളയിൽ പ്രോസസിംഗിൽ അമെന്റ്മെന്റുകളും ഉണ്ടാകും. അമെന്റ്മെന്റുകൾ ഇല്ലാതെ പക്ക അതേപോലെ തന്നെ ഇന്ന് വരെ ഒരു ബില്ലും പാസ്സായിട്ടില്ല. ശരി ശരി ഷാബു പ്രസാദ്, പക്ഷേ ഇതൊരു കൺഫ്യൂഷനാണ്. കാരണം ഇത് ബില്ലിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് 2011 സെൻസസ് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഗവൺമെന്റ് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതിന് പിന്നാലെ ഫ്ലാറ്റ് ആയിട്ട് 50% എന്നുള്ള കാര്യം മന്ത്രിമാർ തന്നെ പറയുന്നു, പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇത് ഗ്യാരണ്ടിയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു നേട്ടമോ കോട്ടമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതും. ശരി. ശ്രീ ഷാക്കിർ, ഇത് നിങ്ങൾക്ക് സമ്മതമാണോ? ഈ 50% എന്നുള്ള കാര്യം സമ്മതമാണോ? അങ്ങനെയെങ്കിൽ വനിതാ സംവരണ ഭേദഗതിയെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അതല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധർ എന്ന രീതിയിൽ മുദ്ര കുത്തപ്പെടും. ശരി ഷാക്കിർ. സാർ, ഇതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഒരു ജോയിന്റ് സമ്മേളനം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടല്ലേ സാർ ഇത് ചെയ്യേണ്ടത്? ഇത്രയും ആംബിഷ്യസ് ആയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വെറുതെ ആഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പോലെ രാജ്യത്തെ ജനാധിപത്യ കേൾക്കണില്ലല്ലോ. വലിയ എന്ത് സർവകക്ഷി സമ്മേളനമാണ് സാർ ഈ എന്നെ വിളിച്ച ഞാൻ സംസാരിക്കട്ടെ. ഇന്ത്യൻ പാർലമെന്റ് എല്ലാ പാർട്ടികളുടെയും മഞ്ജുഷേ. ശരി ഷാബു നിർത്തൂ. മഞ്ജുഷേ, അദ്ദേഹത്തോട് ആ ബിജെപിയെ ന്യായീകരിക്കും നിർത്താൻ പറയും. അദ്ദേഹത്തിന്റെ സമയത്ത് ന്യായീകരിച്ചോട്ടെ. ഷാബു നിർത്തൂ. ഷാക്കിർ. ബഹുമാനെ ഷാബു, നിങ്ങൾ നിങ്ങളുടെ സമയത്ത് ബിജെപിയെ ന്യായീകരിച്ചോ? ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നോടുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഷാക്കിർ പറയൂ. മഞ്ജുഷേ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നിങ്ങളോടല്ല, എന്നോടാ ചോദിച്ചത്, നിങ്ങളോടല്ല. നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ലേ? ചൂടാകാതെ നിങ്ങൾ സംസാരിക്കുക. അതായത് മഞ്ജുഷേ, ഇതിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ സ്ത്രീ സംവരണ ബില്ലിനെ 2023 തന്നെ നമ്മളെല്ലാം പിന്തുണച്ചിട്ടുണ്ട്. അതിനൊരു സംശയമില്ല. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ്. പക്ഷേ ഡീലിമിറ്റേഷൻ ബില്ലിനെ അതിശക്തമായി എതിർക്കുകയാണ്. ഇത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തിരക്ക് കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. 131 ഭരണഘടനാ ഭേദഗതി ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ അതിന് കൃത്യമായ കാര്യങ്ങളോ അവതരിപ്പിക്കാതെ ഇന്നലെ വൈകുന്നേരമാണ് MP-മാർക്ക് ഈ ബില്ലിൻ്റെ പകർപ്പ് ഇവർ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഈ നരേന്ദ്രമോദി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.